ഹായ്, ഞാൻ 1-2 തവണ ഫെററോ റോഷർ കേക്കിൻ്റെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞപ്പം കുറച്ച് പേര് എന്നോട് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം എൻ്റെ കയ്യിൽ ഉള്ള വീഡിയോസ് വെച്ചിട്ട് ഞാനിതിൻ്റെ ഒരു റെസിപ്പി പറയാം. ഒരു ഫുൾ റെസിപ്പി എന്ന് എനിക്ക് പറയാൻ പറ്റിയില്ല, കാരണം ഇത് ഞാനായിട്ടുണ്ടാക്കിയെടുത്ത ഒരു കേക്കാണ്. മീൻസ് ഓൾറെഡി ഇങ്ങനത്തെ കേക്ക് ഉണ്ട്, പക്ഷേ ഇതിൻ്റെ റെസിപ്പി ഞാനായിട്ടുണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് മാത്രമേ എനിക്കറിയത്തുള്ളൂ, അതിൻ്റെ അളവോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. കാരണം ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു ഫെററോ റോഷർ ചോക്ലേറ്റാണ്. അപ്പോൾ മാക്സിമം അതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റൊക്കെ ആണെങ്കിലും നന്നായിട്ട് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അളവൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ധാരണയില്ല. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസും അതിൻ്റെ രീതികളും ഞാൻ പറയാം. ഫസ്റ്റ് നമ്മുടെ നോർമൽ ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക്, അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കും. അതിന് ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ആണ് വരുന്നത്. ഒരു 200 to 250 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ എടുക്കുക. അതിലേക്കൊരു അരക്കപ്പോളം ആണെന്ന് തോന്നുന്നു മെൽറ്റഡ് മിൽക്ക് ചോക്ലേറ്റ്. നമ്മൾ കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ച് വേണം മെൽറ്റ് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ ബട്ടറിലിട്ട് കഴിയുമ്പോൾ അത് കട്ടിയായി പോകുമല്ലോ. അപ്പം ഒരു 1/4 കപ്പ് അരക്കപ്പ് എനിക്ക് എൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ഞാനങ്ങ് ഇടുക ചെയ്യുന്നത്. ഒരു അരക്കപ്പോളം മെൽറ്റഡ് മിൽക്ക് ചോക്ലേറ്റ് ചേർക്കുക. അത് കഴിഞ്ഞ് ന്യൂട്ടല്ല, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. ഈ കറിക്കൊക്കെ എരിവ് എന്തേരം വേണമെന്ന് നിങ്ങളുടെ ടേസ്റ്റ് എന്ന് പറയുന്ന പോലെ ഞങ്ങൾക്ക് ന്യൂട്ടല്ല ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആ മേടിക്കുന്ന കുപ്പിയുടെ 3/4 കുപ്പിയോളമൊക്കെ ചിലപ്പോൾ ചേർക്കാറുണ്ട്. ആ ഒരു 400 രൂപയുടെ കുപ്പിയുടെ. അപ്പോൾ ന്യൂട്ടെല്ലാം ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിയുമ്പം സ്റ്റിഫായിട്ട്, ഭയങ്കര സ്റ്റിഫായിട്ടല്ല എന്നാലും സ്റ്റിഫ് പീക്സ് ആയിട്ട് കിട്ടും. കുറച്ച് ഉപ്പും കൂടെ ചേർക്കണേ, ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. വേറെ വാനില എസൻസോ അങ്ങനെ ഒന്നും ചേർക്കണ്ട. കഴിഞ്ഞ് ഓരോ ലെയറിലും ഈ ഒരു ബട്ടർ ക്രീം സ്പ്രെഡ് ചെയ്യുക. ഇൻ ബിറ്റ്വീൻ നമ്മൾ വേഫേഴ്സ് ക്രഷ് ചെയ്ത് കൊടുക്കണം. നല്ല ബ്രാൻഡിൻ്റേത് യൂസ് ചെയ്യുക. ഞാൻ യൂസ് ചെയ്യുന്നത് ബ്രിട്ടാനിയ ട്രീറ്റിൻ്റെ ചോക്ലേറ്റ് വേഫേഴ്സാണ്. അപ്പം അത് നന്നായിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ക്രഷ്ഡ് ഹേസൽനട്ട്സും നന്നായിട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ ആ ഒരു ഫെററോ റോഷറിൻ്റെ ഫ്ലേവർ നന്നായിട്ട് വരും. അല്ലാതെ ഞാൻ ഷുഗർ സോക്കിങ്ങോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല, ഷുഗർ സിറപ്പ് ഒന്നും കൊടുക്കുകയില്ല. അതൊക്കെ അതിൻ്റെ ഒരു ഫ്ലേവറിനെ കൊല്ലും എന്നെനിക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് ഓവർ സ്വീറ്റ് ആക്കാനൊന്നും താല്പര്യമില്ല. എന്താണോ ആ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് അത് തന്നെ ഈ കേക്ക് വായിലിടുമ്പോൾ കിട്ടണം. അങ്ങനെ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റായി കഴിയുമ്പം ലാസ്റ്റ് ചോക്ലേറ്റ് ഗനാഷ് കൊടുക്കുക. നമ്മുടെ നോർമൽ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് തന്നെയാണ്. അതിലേക്ക് ക്രഷ്ഡ് ഹേസൽനട്ട്സും കൂടി ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാനിത് മുകളിലൊഴിച്ച് കൊടുക്കുന്നത്. കാരണം അപ്പം ആ ഒരു ചോക്ലേറ്റ് അങ്ങനെയാണല്ലോ, പുറത്തൊരു നട്ട്സിൻ്റെ ചോക്ലേറ്റ് കോട്ടിംഗ് അല്ലേ വരുന്നത്. അപ്പോൾ അത് തന്നെ ഒന്ന് റിസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ക്രഷ്ഡ് ഹേസൽനട്ട് കൊടുത്ത ചോക്ലേറ്റ് ഗനാഷാണ് ഞാൻ മുകളിൽ ഒഴിക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്, മുകളിൽ മാത്രമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഫുള്ള് സ്പ്രെഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ. അപ്പം ആ ഒരു ചോക്ലേറ്റ് ലുക്ക് വന്നോട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ കൊടുക്കുന്നത്. പിന്നെ ഞാനിത് വീട്ടിലാവശ്യത്തിന് മാത്രമാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യും. ചോക്ലേറ്റ് ഇരിപ്പുണ്ടെങ്കിൽ ഫെററോ റോഷർ കൊടുക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പ്ലിറ്റ് ചെയ്ത ഹേസൽനട്ട്സ് ഒക്കെ കൊടുത്ത് അങ്ങ് ഡെക്കറേറ്റ് ചെയ്യും. ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കൂ. എനിക്കിതിൻ്റെ മെഷർമെൻറ്റ്സ് ഒന്നും ധാരണയില്ല, എന്നാലും നിങ്ങളുടെ ഒരു അളവിൽ നിങ്ങളൊന്ന് ഇട്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.